വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാക്കളിൽ ഒരാളാണ് എസ് ചന്ദ്രകുമാർ. പൃഥ്വിരാജിനെ നായകനാക്കി നിർമ്മിച്ച സിംഹാസനം, ദിലീപ് നായകനായ ഡോൺ എന്നീ ചിത്രങ്ങളോടൊക്കെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. കൂടാതെ ഒട്ടേറെ ചിത്രങ്ങളിൽ സഹനിർമ്മാതാവായും മറ്റും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട കരിയറിൽ ഒട്ടേറെ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളുടെ ഭാഗമായി അദ്ദേഹം മാറിയിരുന്നു. തന്റെ സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങൾ തുറന്നു പറയാൻ ഒട്ടും മടി കാണിക്കാത്ത വ്യക്തി കൂടിയാണ് എസ് ചന്ദ്രകുമാർ. പ്രമുഖ നടന്മാരുമായും സംവിധായകരുമായും ഒക്കെ തനിക്കുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം പലകുറി വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ തന്നെ ദ്രോഹിച്ച ചില നടന്മാരെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് എസ് ചന്ദ്രകുമാർ. മലയാളത്തിലെ പ്രമുഖ നടനും നിർമ്മാതാവും കൂടിയ മണിയൻ പിള്ള രാജു തനിക്ക് വല്ലാതെ പാരവച്ചിട്ടുണ്ടെന്നായിരുന്നു ചന്ദ്രകുമാർ പറയുന്നത്. ജയറാമിന്റെ സ്വഭാവവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മക്കളുടെ വിവാഹത്തിന് പോലും ജയറാം ക്ഷണിച്ചില്ലെന്നും അദ്ദേഹത്തിന് ആരോടും സ്നേഹമില്ലെന്നും പുറത്തുള്ള പ്രകടനം മാത്രമാണെന്നും ചന്ദ്രകുമാർ പറയുന്നുണ്ട്. ജീവിതത്തിൽ മണിയൻപിള്ള രാജു എനിക്ക് പാര വെച്ചിട്ടുണ്ട്. ഞാനും ചിപ്പിയുടെ രഞ്ജിത്തും തമ്മിൽ ചങ്കായിരുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിയുടെ മനസ്സിൽ വിഷം കയറ്റി ഞങ്ങളെ ഒരുപാട് തമ്മിൽ തെറ്റിച്ചു. പിന്നെ നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ നമ്മൾ അറിയാതെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും. ഒരു കാരണവുമില്ലാതെ അവർ നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. ജയറാമിനെ എന്നെ നല്ല പോലെ അറിയാം. പുള്ളിയുടെ ആയ കാലത്ത് എത്രയോ പടം ഞാൻ ചെയ്തിരിക്കുന്നു. ദിലീപാല, രാജകുമാരൻ, കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, അങ്ങനെ ഇങ്ങേരുടെ മിക്കവുമുള്ള സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മക്കളുടെ കല്യാണമൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. പുള്ളിയൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിട്ട് ക്ഷണിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര സ്നേഹമാണെന്ന്. പുള്ളിക്ക് ആരുടെ അടുത്തും ഇങ്ങനെ സ്നേഹമില്ല. നമ്മളൊക്കെ മണ്ടന്മാരാണ്. തെലുങ്കിലും തമിഴിലും ഒക്കെ പോയി പൈസ ഉണ്ടാക്കുകയല്ലേ. ഒന്നും അല്ലാത്ത നടനെ കണ്ടില്ലേ? 8 കോടിയും 10 കോടിയും ഒക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. അവിടെയൊക്കെ പോയാൽ നന്നായി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ആരൊക്കെ വേല കാണിച്ചിട്ടുണ്ടോ, ഏതൊക്കെ സംവിധായകരും നടന്മാരും വൃത്തികേട് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഞാൻ തുറന്നു പറയും. ഞാൻ വാർ ആൻഡ് ലവ് എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംവിധായക മുറിയിൽ നിന്ന് നടി ഇറങ്ങി വരുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിന്റെ തെളിവ് വരെ നമുക്കറിയാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട മണിയൻപിള്ള രാജു. നായകൻ, സഹനടൻ, കൊമേഡിയൻ, വില്ലൻ, നിർമ്മാതാവ് എന്നീ തുടങ്ങി മണിയൻപിള്ള രാജു കൈവയ്ക്കാത്ത മേഖലകളില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ മണിയൻപിള്ള രാജു എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പിന്നാലെ നിരവധി അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയ പ്രചരിച്ചിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നും ഷുഗർ ആണെന്നും വേറെ എന്തോ രോഗമാണെന്നൊക്കെ തരത്തിൽ വാർത്തകൾ പ്രചരിച്ചതോടെ മറുപടിയുമായി അദ്ദേഹത്തിന്റെ മകനും നടനുമായ നിരഞ്ജ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അച്ഛൻ ഇപ്പോൾ ആരോഗ്യവാനാണ്, എന്തോ മാരക രോഗമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതൊന്നും ഞങ്ങൾ ആരും ശ്രദ്ധിക്കാതെ കൂടിയില്ല. അതിനൊന്നുമുള്ള നേരമില്ല. അച്ഛന് ക്യാൻസർ ആയിരുന്നു, തൊണ്ടയിലായിരുന്നു അർബുദം. കീമോയും റേഡിയേഷനും ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായും തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ. അതും വലിയൊരു കാരണമാണ്. പിന്നെ കീമോ ഒക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ വായിലെയും തൊണ്ടയിലും തൊലിയും ഒക്കെ ശരിയായി വരാൻ ഏകദേശം 6 മാസമെങ്കിലും എടുക്കും. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ. പോയ വണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു വന്നോളുമെന്നാണ് നിരഞ്ജ് പ്രതികരിച്ചത്.